ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 4. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദശ്ച യത് സജയോ യത് പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. വിവർത്തനം. ഈ കർമ്മക്ഷേത്രം, അതിൻ്റെ ഘടന, അതിന് നേരിടുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഉദ്ഭവകാലം, കർമ്മക്ഷേത്രങ്ങളുടെ ജ്ഞാതാവ്, ജ്ഞാതാവിൻ്റെ സ്വാധീനത, ഇവയെക്കുറിച്ചെല്ലാം ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞു തരാം. ദയവായി കേൾക്കൂ. ഭാവാർത്ഥം. പ്രവർത്തന മേഖലകളെയും അതിൻ്റെ ജ്ഞാതാവിനെയും അവയുടെ തനി സ്വരൂപത്തിൽ ഭഗവാൻ പ്രതിപാദിക്കുന്നു. ഈ ശരീരത്തിൻ്റെ ഘടന എങ്ങനെ, അത് ഏതെല്ലാം പദാർത്ഥങ്ങളെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്, ആരുടെ വരുതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്, ഇതിന് എപ്രകാരം മാറ്റങ്ങൾ നേരിടുന്നു, ആ മാറ്റങ്ങളുടെ ഉത്പത്തി എവിടെ നിന്ന്, കാരണങ്ങൾ ഏവ, വ്യക്തിഗതനായ ജീവാത്മാവിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ത്, യഥാർത്ഥ രൂപമെന്ത് എന്നതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വ്യക്തിഗത ജീവാത്മാവിനും പരമാത്മാവിനും തമ്മിലുള്ള വ്യത്യാസം, അവയുടെ വ്യത്യസ്തങ്ങളായ സ്വാധീനതകൾ, സാധ്യതകൾ എന്നിവയെക്കുറിച്ചും അറിയണം. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവരണങ്ങളിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നത് കൊണ്ട് ഈ അറിവെല്ലാം നേടാവുന്നതാണ്. ഒന്നോർക്കണം, സർവശരീരങ്ങളിലും വാഴുന്ന പരമദിവ്യോത്തമ പുരുഷനും വ്യക്തിഗത ജീവാത്മാവും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ശ്രമിക്കണം. പ്രബലമായതിനെയും ദുർബലമായതിനെയും തുല്യമെന്ന് കരുതുന്നത് പോലെയാണത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.